ഉണ്ടല്ലോ, ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. അങ്ങനെയെങ്കിൽ ഈ 3 പാത്രത്തിലുള്ള വെള്ളം പാലും അല്ലെങ്കിൽ ഈ പറയുന്ന മിശ്രിതം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത് ഫസ്റ്റ് പാത്രം, ഇത് രണ്ടാമത്തെ പാത്രം, ഇത് മൂന്നാമത്തെ പാത്രം. ഓക്കെ, അവിടെ എന്താണ്, ആദ്യത്തെ പാത്രത്തിൽ 3:2 പാലിന്റെയും വെള്ളത്തിന്റെയും റേഷ്യോ, 2:1, 7:3 ആണ് റേഷ്യോ. അപ്പം ഇവിടെ ഈ 3 പാത്രം കൂടി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ അംശബന്ധം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഈ ഓരോ പാത്രത്തിലും പാൽ എത്രയാ വെള്ളം എത്രയാ എന്നുള്ളത് അതിന്റെ ഒരു എന്താ പറയാ ഭിന്നസംഖ്യ നമ്മൾ കാണാം. ആദ്യത്തെ പാത്രത്തിൽ എങ്ങനെയാണ് കാണാം, അത് ആദ്യത്തെ പാത്രത്തിൽ എങ്ങനെയാണ് കാണാം, 3ഉം 2ഉം കൂട്ടിയാൽ 5 ആണ്. അപ്പം 5 എന്താക്കും, ഡിനോമിനേറ്ററിൽ എഴുതും. 5/3 ആണ് പാല്. അതേപോലെ എന്താണ് വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/5 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പാത്രത്തിലുള്ള പാലും വെള്ളത്തിന്റെ ഒരു ഭിന്നസംഖ്യ. ഇത്രയുമാണ് 5ൽ 3 ഭാഗം 5ൽ 2 ഭാഗം എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ രണ്ടാമത്തെ പാത്രത്തിലോ, രണ്ടാമത്തെ പാത്രത്തിൽ ആകെ ഉള്ളത് 3, അപ്പൊ അതൊക്കെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. പാലുള്ളത് 2, ഇതുള്ളത് 1. ഓക്കെ, അതേപോലെ ഇവിടെ 10 ആണ്, 7ഉം 3ഉം 7/3, 3/10, 7/10, 3/10, 2/3, 1/3, 3/5, 2/5. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടേ, പാല് ആകെ ഈ പറയുന്നതൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ എത്ര ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ പോവാണ്. പാൽ എത്ര ഉണ്ടാവും, അതായത് ഇവിടെ ആദ്യത്തെ പാത്രത്തിൽ 3/5, രണ്ടാമത്തെ പാത്രത്തിൽ 2/3, മൂന്നാമത്തെ പാത്രത്തിൽ 7/10, 7/10. അപ്പൊ പാൽ എത്രയാണ് ഉണ്ടാവുക, ഈ പറയുന്ന 3/5 പ്ലസ് 2/3 പ്ലസ് 7/10 ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ നമ്മൾ പിന്നെന്താണ് വെള്ളം എത്ര ഉണ്ടാവും എന്നുള്ളത് കാണണം. അതെങ്ങനെയാണ്, ഈ പറയുന്ന ബാക്കി 2/5 ആദ്യത്തെ പാത്രത്തിൽ, പിന്നെ 1/3 രണ്ടാമത്തെ പാത്രത്തിൽ, മൂന്നാമത്തെ പാത്രത്തിൽ 3/10 ചെയ്യാ. എന്നിട്ട് ഈ പറയുന്നതിന്റെ ഒക്കെ സമ്മ് കാണാം. പാൽ എത്ര ഉണ്ടാവും വെള്ളം എത്ര ഉണ്ടാവും എന്നുള്ളത് അവസാനം കിട്ടും. അത് രണ്ടും എന്താക്കുക, ഹരിക്കുക. അതായിരിക്കും ആൻസർ. സോ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്താണ്, പാലാണ് കാണാൻ വേണ്ടി പോകുന്നത്. പാൽ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. 3/5, 2/3, 7/10. 3/5, 2/3, 7/10. അപ്പൊ ഇവിടെ LCM എടുക്കണം. 3ലും 5ലും 10ലും ഏറ്റവും വലുത് എത്രയാണ്, 10 ആണ്. 10 നമ്മളെ ഈ പറയുന്ന 5, 3, 10ൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അപ്പൊ എന്താണ്, അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 20 എടുക്കും. 20ൽ എന്താണ്, 5 ഫുള്ളി മൾട്ടിപ്പിൾ ആണ്, 3 പറ്റൂല. 30 എടുക്കുമ്പം 30 ആണ് ഈ പറയുന്നതിൽ LCM. ഇനി എന്താണ് ചെയ്യാ, 5 3 30 ആകാൻ 6 മൾട്ടിപ്ലൈ ചെയ്യണം, 6 മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 6 മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 3 എത്രയാണ്, 18 പ്ലസ് സിമിലർലി 3 ഇവിടെ ഉള്ള ഡിനോമിനേറ്റർ 2/3 ഡിനോമിനേറ്റർ 3 30 ആകാൻ 10 ചെയ്യണം, 10 × 2 20 പ്ലസ് 10 × 30 ആകാൻ എന്താ ചെയ്യണം, 3 മൾട്ടിപ്ലൈ ചെയ്യാം, 3 × 7 21. ഓക്കെ, ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന LCMല് ഭിന്നസംഖ്യ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, LCM എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ 18 + 20 + 21/30 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാ, 59/30 ആണ് എന്ത്, പാലിന്റെ അളവ്. ഇതേപോലെ നമ്മൾ എന്താണ്, ഇനി വെള്ളം കാണണം. വെള്ളം എത്രയാണ്, വെള്ളം ഇതാ 2/5 + 1/3 + 3/10. ഇനി വെള്ളം കാണാനാണ് പോകുന്നത്.
2/5 പ്ലസ് 1/3 പ്ലസ് 3/10. ഇവിടെയും LCM എടുക്കും, 30 എടുക്കും. 30 വന്നിട്ട് 12 പ്ലസ് 10, 10 ഇൻറ്റു 1 10 പ്ലസ് 3 3 ഇൻറ്റു 3 9. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 31/30 ആണ് ആൻസർ. ഇപ്പൊ ഇവിടെ പാലും കിട്ടി, വെള്ളവും കിട്ടി. ഇതിന് തമ്മിലുള്ള റേഷ്യോ പറയാനാണ് പറയുന്നത് അല്ലെ? പാൽ ബൈ വെള്ളം അല്ലേ നമ്മളോട് പറയുന്നത്. അപ്പം പാലെന്ന് പറയുന്നത് എത്രയാണ്? പാലെന്ന് പറയുന്നത് 59/30 ആണ്. 59/30 ഓൾ ഡിവൈഡ് ബൈ വെള്ളം എന്ന് പറയുന്നത് എത്രയാണ്? 31/30 ആണ്. 31/30. അപ്പൊ ഈ 30ഉം 30ഉം കട്ട് ചെയ്യും. 59/31 ആണ് ആൻസർ. അതായത് 59:31. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക, കുറച്ചും കൂടി സ്പീഡാക്കുക. ഇത്രയേ ഉള്ളൂ. സോ ബൈ.